പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയരെ, ജീവിതത്തിൽ നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ചിലർ തളർന്നിരിക്കുന്നു, ചിലർ ഇടറിയിരിക്കുന്നു, ചിലർ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ കാലിന് പാത നിരത്തുവിൻ. ഈ ഗാനം പാടുമ്പോൾ, ഈ ഗാനം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതയാത്ര യേശുവിൻ്റെ കൈകളിൽ സമർപ്പിക്കുക. അവൻ വഴി കാണിക്കും, അവൻ കൈപിടിക്കും, അവൻ ലക്ഷ്യത്തിൽ എത്തിക്കും. വിശ്വാസത്തോടെ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നല്ല വഴിയിൽ എന്നെ നടത്തിടണേ, നാഥാ നിൻ വഴിയിൽ നടത്തിടണേ. ഇടരാതെ ഞാൻ ഓടിടുവാൻ നിൻ കരം എന്നെ താങ്ങിടണേ. വാത്സല്യത്തോടെ തേടി വന്നോൻ, വീണുപോയ എന്നെ ഉയർത്തിയവൻ വീണ്ടും മുന്നോട്ട് നടത്തിടുമേ. നടക്കും നല്ല സഖാവേ, കണ്ണുനീർ താഴെ വീണാലും കൈപിടിച്ചെന്നെ ആശ്വസിപ്പിക്കും. അടഞ്ഞ വാതിലിൻ മുൻപിലായാലും പുതിയ വഴികൾ തുറന്നിടുവേ. തകരുന്ന ഹൃദയം കരഞ്ഞിടുമ്പോൾ തൻ സ്നേഹത്താൽ പൊതിഞ്ഞിടുമേ. വഴി തെറ്റി ഞാൻ അലഞ്ഞപ്പോഴും വാത്സല്യത്തോടെ തേടി വന്നോൻ, വീണുപോയ എന്നെ ഉയർത്തിയവൻ വീണ്ടും മുന്നോട്ട് നടത്തിടുമേ. ആമേൻ. ഹല്ലേലൂയ.
അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും ബലവും നൽകി നമ്മെ ആമേൻ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അതിരാവിലെ തിരുസന്നിധിയിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ ഉണർത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് 2026 173 ദിനമാണ്. 22/6/2026 ചൊവ്വാഴ്ച. ഇന്നലെ രാത്രിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കുകയും ഈ മനോഹരമായ പ്രഭാതം കാണുവാൻ കൃപ നൽകുകയും ചെയ്ത ദൈവത്തിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ചിലർ ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കാം ഉണർന്നത്, ചിലർ ഭാരപ്പെട്ട ഹൃദയവുമായിരിക്കും. വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആശങ്കയോടെ ആയിരിക്കാം ഉണർന്നിരിക്കുന്നത്. ചില ഭാരപ്പെട്ട ഹൃദയവുമായി ഈ സമയം ചിലർക്ക് അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാൻ, അവരുടെ ഹൃദയം ഭാരം പങ്കുവെക്കുവാൻ ആളുകളില്ലാത്ത വേദനകളുണ്ട്. ചിലർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാത്തിരിക്കുന്നു, ചിലർ ജീവിതത്തിന്റെ വഴിത്തിരിവിൽ നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നത്, മകനെ മകളെ, നിന്റെ വഴികളെ ഒന്ന് പരിശോധിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മോട് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനായിട്ട് പോകുകയാണ്. പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നുവെങ്കിൽ, സ്തുതിയോടെ ആരംഭിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനിടയാകും. ഈ പ്രഭാതത്തിൽ ശാന്തമായി ദൈവം നമ്മോട് ഇടപെടുകയാണ്. എബ്രായ ലേഖനം 12-13 പ്രാരംഭത്തിൽ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് ഇടപെടാനായി പ്രാർത്ഥനയോടായിരിക്കും. മുടന്തുള്ളത് ഉളക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. പ്രിയരെ, ജീവിതത്തിൽ നാം പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ അപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കൾക്ക് ഭാവി നൽകണമേ. പക്ഷെ ഇന്ന് ദൈവം ചോദിക്കുന്നത് മറ്റൊന്നാണ്, നീ നടക്കുന്ന വഴി ശരിയാണോ? പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിൽ നാം പല മേഖലകളിലേക്ക് പുറപ്പെടുവാൻ തയ്യാറാകുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ സ്കൂളിലേക്ക്, ആമേൻ, യൗവനക്കാരെ സംബന്ധിച്ച് അവർ കോളേജിലേക്ക്, ആമേൻ, ജോലി മേഖലകളിലേക്ക്,
ആമേൻ വിവിധ ആമേൻ മേഖലകളിലേക്ക് പലരും യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, ഈ പ്രഭാതത്തിൽ ആമേൻ നീ നടക്കുന്ന വഴി ആമേൻ ശരിയാണോ ആമേൻ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ പോകുന്ന വഴി ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വഴിയാണ് ലക്ഷ്യത്തെ തീരുമാനിക്കുന്നത്. ആമേൻ തെറ്റായ വഴിയിൽ വേഗത്തിൽ ഓടിയാൽ ലക്ഷ്യത്തിലെത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ശരിയായ വഴിയിൽ പതുക്കെ നടന്നാലും ദൈവമൊരുക്കിയ സ്ഥാനത്ത് എത്തിച്ചേരും. ആമേൻ. ഇവിടെ പറയുന്നത് ജന്മന മുടന്തായ ഒരാളെ കുറിച്ചല്ല. ആമേൻ. ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, തെറ്റായ ബന്ധങ്ങൾ കൊണ്ട്, തെറ്റായ കൂട്ടുകൾ കൊണ്ട്, ആത്മീയ അലിസത കൊണ്ട് മുറിവേറ്റുപോയ ആത്മീയ ജീവിതത്തെ കുറിച്ചാണ്. ആമേൻ. ദൈവം സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ആമേൻ മുറിവേൽപ്പിക്കരുത്. ആമേൻ. ചിലർ ആമേൻ അതേ പഴയ മുറിവുകളുമായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, ആരെങ്കിലും ചെയ്ത ഒരു ചതി, ആമേൻ ഒരു നഷ്ടം, ഒരു പരാജയം അവരുടെ ഹൃദയത്തിൽ ഇന്നും വേദനയായി കിടക്കുന്നു. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, ഈ പ്രഭാതത്തിൽ കർത്താവ് ആമേൻ പറയുന്നു, അത് നിന്റെ മുറിവുകളെ ഞാൻ ഭേദമാക്കും. ആമേൻ. എന്നാൽ നീ വീണ്ടും അതേ കുഴിയിലേക്ക് ഇറങ്ങരുത്. ആമേൻ. ചിലപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ വിടുവിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പലരും അപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറില്ലേ? ഹല്ലേലൂയ. ആമേൻ. അതേ കർത്താവേ എന്നെ വിടുവിക്കണമേ. പക്ഷെ അതേ സമയം നമ്മെ ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആമേൻ ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചിലർ സൗഖ്യം ആമേൻ പ്രാപിക്കുവാൻ വൈകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമാധാനം പ്രാപിക്കുവാൻ വൈകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. എന്റെ പിന്നാലെ വരിക. പ്രിയരെ, ലോകം ഇന്ന് പല വഴികൾ കാണിക്കുന്നു. ഹല്ലേലൂയ. അതെ, പണം സമ്പാദിക്കാൻ ഒരു വഴി, അതെ പ്രശസ്തനാകാൻ ഒരു വഴി, ആളുകളുടെ അംഗീകാരം നേടാൻ ഒരു വഴി. പക്ഷേ എല്ലാ വഴികളും ജീവന്റെ വഴികളല്ല. ആമേൻ. യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി. ഹല്ലേലൂയ. അതെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. വഴി ഒരു ആശയമല്ല, വഴി ഒരു തത്വശാസ്ത്രമല്ല, വഴി ഒരു വ്യക്തിയാണ്. ആമേൻ. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. ആമേൻ. ഇന്ന് ഹല്ലേലൂയ രാവിലെ നിന്റെ ജീവിതത്തിൽ അത് എന്ത് സംഭവിച്ചാലും ഒരു തീരുമാനമെടുക്കുക, ഞാൻ യേശുവിന്റെ വഴിയിൽ നടക്കും. ആമേൻ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ സമാധാനം വരും. അപ്പോൾ നിന്റെ ആമേൻ കുടുംബത്തിൽ അനുഗ്രഹം വരും. അപ്പോൾ നിന്റെ മക്കളുടെ മേൽ ദൈവ കൃപ വരും. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ആത്മാവിൽ ചില ജീവിതങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു. ദീർഘനാളായി തെറ്റായ വഴികളിൽ അലഞ്ഞു നടന്ന ചിലരെ ദൈവം തിരികെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആമേൻ അതേ കണ്ണുനീരിനെ ദൈവം കാണുന്നുണ്ട്. നിന്റെ ശബ്ദം ഹല്ലേലൂയ ആമേൻ അതേ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. നിന്റെ നിശബ്ദ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. നീ നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയ ചില കാര്യങ്ങൾ ദൈവം അതേ തിരികെ തരാൻ പോകുന്നു. ആമേൻ. നീ വീണു പോയടത്ത് നിന്ന് ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. തകർന്ന ആത്മവിശ്വാസം ദൈവം പുനഃസ്ഥാപിക്കും. നിന്റെ കുടുംബത്തിൽ സമാധാനം വരും. ആമേൻ. നിന്റെ മക്കൾക്കായി നടത്തിയ പ്രാർത്ഥനകൾക്ക് മറുപടി വരും. ഹല്ലേലൂയ. നിന്റെ വഴികൾ നിരപ്പാക്കപ്പെടും. ആമേൻ. നീ ഭയപ്പെടേണ്ട. നിന്റെ മുന്നിൽ കർത്താവ് നടക്കുന്നു. ഹല്ലേലൂയ. അതേ, നിന്റെ പിന്നിൽ ആമേൻ കർത്താവ് കാവൽ നിൽക്കുന്നു. നിന്റെ വലത്തും ഇടത്തും കർത്താവിന്റെ കരങ്ങൾ ആമേൻ അതേ അരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തോടെ പറയുക, ആമേൻ കർത്താവേ എൻ്റെ വഴികളെ നിരപ്പാക്കണമേ. കർത്താവേ എൻ്റെ ചുവടുകളെ ഉറപ്പിക്കണമേ. കർത്താവേ ഞാൻ അങ്ങയുടെ വഴിയിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർ, ഭക്തനായ മോശ ആമേൻ പറഞ്ഞതുപോലെ
അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ, അവിടുന്ന് എന്നെ അയക്കരുത്. ഇന്ന് പോകുന്ന മേഖലകളിൽ, ഇന്ന് പോകുന്ന യാത്രകളിൽ, ഇന്ന് ഏർപ്പെടുന്ന ജോലി മേഖലകളിൽ, ഇന്ന് സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ പകൽ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ട വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. പിതാവേ, ഈ അതിരാവിലെ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയ ഓരോ പ്രിയ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കർത്താവേ, ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. അവരുടെ മേൽ അവിടുത്തെ കരത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ആ സ്പർശനമുണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്കായി പുതിയ വാതിലുകൾ തുറക്കണമേ. പ്രാർത്ഥിച്ചിട്ട് മറുപടി വൈകുന്നു എന്ന് കരുതി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. കർത്താവേ, ഇന്ന് ഞാൻ വിശ്വാസത്തോടെ ചില ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. തടഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. മക്കൾക്കായി കരയുന്ന മാതാപിതാക്കൾക്ക് സന്തോഷത്തിന്റെ വാർത്തകൾ ലഭിക്കട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആത്മീയമായി തളർന്നു പോയവർക്ക് പുതിയ ശക്തി ലഭിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചിലരോട് അത് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നീ കരുതുന്നതിലും അടുത്ത് ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ വഴികൾ ഞാൻ നിരപ്പാക്കും. നിന്റെ കാലുകൾ ഇടറാൻ ഞാൻ സമ്മതിക്കുകയില്ല, അനുവദിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുക. ഈ ആഴ്ച മുഴുവൻ ദൈവകൃപ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ആമേൻ എഴുന്നേറ്റിരിക്കുന്ന, ഈ പ്രഭാതത്തിൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിരാശകൾ മാറട്ടെ. ആമേൻ. പരിമിതികൾ പൊട്ടട്ടെ. ആകുലതകൾ മാറട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ചില ജീവിതങ്ങളിൽ വിടുതലായി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. ഇന്ന് പകൽ എഴുതുന്ന പരീക്ഷകളിൽ വിജയം ഉണ്ടാകുവാൻ, ഇന്ന് പകൽ പണിയുന്ന പണികൾ പൂർത്തീകരിപ്പാൻ കർത്താവേ, ഇന്ന് പകൽ ആമേൻ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂ ആമേൻ വിജയിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ കർത്താവേ. ഇന്ന് പകൽ നടക്കുന്ന ആത്മീയ കൂട്ടായ്മകൾക്കായി സ്തോത്രം. ആമേൻ. ആത്മീയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഞങ്ങളുടെ സഹജീവികൾക്കായി, സഹപ്രവർത്തകർക്കായി, ഞങ്ങളുടെ ജീവിത പങ്കാളികൾക്കായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകൽ ഹല്ലേലൂയ. നിരാശകൾ മാറട്ടെ. ആകുലതകൾ മാറട്ടെ. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാകട്ടെ കർത്താവേ. തിന്മയുടെ ആത്മാവിനെ ശാസിക്കുന്നു. കലക്കത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും കൃപ നൽകിയാട്ട്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നവന്റെ ആമേൻ ഹല്ലേലൂയ
ആത്മാവിനാൽ ഹല്ലേലൂയ ഓ കർത്താവേ നയിക്കപ്പെടട്ടെ. നിയോഗങ്ങൾ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മപകർച്ച കർത്താവേ സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേൻ ഹല്ലേലൂയ കർത്താവേ വിശുദ്ധ ജീവിതം നയിപ്പാനിടയാകട്ടെ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. അപകടങ്ങൾ പതിയിരിക്കുന്ന നിരത്തിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ കർത്താവേ. ജോലി മേഖലയിൽ കടന്നു പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യം നരയമുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പിതാവേ, രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ ആമേൻ ദൈവം സാധ്യമാക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും രാത്രിയിൽ നമുക്കൊരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പകൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സി യു അഗൈൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നല്ല വഴിയിൽ എന്നെ നടത്തിടണേ നാഥാ, നിൻ വഴിയിൽ നടത്തിടണേ. ഇടരാതെ ഞാൻ ഓടിടുവാൻ നിൻ കരം, നിൻ തുറ എന്നെ താങ്ങിടണേ. വഴി തെറ്റി ഞാൻ അലഞ്ഞപ്പോഴും വാത്സല്യത്തോടെ തേടി വന്നോൻ, വീണുപോയെന്നെ ഉയർത്തിയവൻ വീണ്ടും മുന്നോട്ട് നടത്തിടുമേ. കൂരിരുൾ താഴ്വര വന്നാലും കൂടെ നടക്കും നല്ല സഖാവേ. കണ്ണുനീർ താഴെ വീണാലും കൈ പിടിച്ചെന്നെ ആശ്വസിപ്പിക്കും. അടഞ്ഞ വാതിലിൻ മുൻപിലായാലും പുതിയ വഴികൾ തുറന്നിടുമേ. തകർന്ന ഹൃദയം കരഞ്ഞിടുമ്പോൾ തൻ സ്നേഹത്താൽ